നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 18 വ്യാഴാഴ്ചയാണ്. ഗ്ലോബൽ മാർക്കറ്റുകളിൽ ആദ്യം US മാർക്കറ്റ്. ചൈനയ്ക്കെതിരെ കൂടുതൽ വ്യാപാര നിയന്ത്രണങ്ങൾ ബൈഡൻ ഭരണകൂടം പരിഗണിക്കുന്നതായി റിപ്പോർട്ട് വന്നതോടെ US മാർക്കറ്റ് വലിയ രീതിയിൽ തന്നെ ഇടിവിലേക്ക് പോയി. നാസ്ഡാക്ക് 2022 ശേഷമുള്ള ഒരു വേഴ്സ്റ്റ് ഫോളിലേക്ക് പോയി. എൻവിഡിയ 6.5% ഇന്നലെ ഇടിഞ്ഞു. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളുടെയും സ്ഥിതി വ്യത്യസ്തമല്ല. കനത്ത ഇടിവിൽ തന്നെയാണ് ഏഷ്യൻ മാർക്കറ്റുകൾ ഉള്ളത്. എന്നിരുന്നാലും ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഒരു പോസിറ്റീവ് ഓപ്പണിംഗിന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. ഇന്ത്യൻ മാർക്കറ്റിലെ ഹൈലൈറ്റ് ആയ വാർത്തയിലേക്ക് വരികയാണെങ്കിൽ, ജെഫ്രീസ് ഗ്ലോബൽ ഇക്വിറ്റി സ്ട്രാറ്റജിസ്റ്റ് ക്രിസ് വുഡ് അഭിപ്രായപ്പെട്ടത് ഇന്ത്യയുടെ ബുൾ മാർക്കറ്റ് അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ഒത്തിരിയേറെ പ്രതീക്ഷകൾ നൽകുന്ന ഒരു വാക്കുകൾ തന്നെയാണത്. മാത്രമല്ല, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ഇന്ത്യയുടെ ഗ്രോത്ത് ഫോർകാസ്റ്റ് 7% തന്നെ നിലനിർത്തിയിരിക്കുന്നു. അതും പോസിറ്റീവായി തന്നെ കാണാം. ഇനി നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. മാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയ വാർത്തകളിൽ ആദ്യത്തേത്, ജെഫ്രീസിലെ ഗ്ലോബൽ ഇക്വിറ്റി സ്ട്രാറ്റജിസ്റ്റ് ക്രിസ് വുഡ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് സിറ്റുവേഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇപ്രകാരമായിരുന്നു: ഇന്ത്യയുടെ ബുൾ മാർക്കറ്റ് അവസാനിച്ചിട്ടില്ല എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. നിലവിലുള്ള വിപണി സാഹചര്യത്തെ 2002 മുതൽ 2009 വരെയുള്ള കാലഘട്ടത്തോട് അദ്ദേഹം ഉപമിച്ചു. 7 വർഷത്തെ പ്രോപ്പർട്ടി മാന്ദ്യത്തിൽ നിന്ന് ഇന്ത്യ കരകയറുകയാണെന്നും ഇപ്പോൾ പ്രോപ്പർട്ടി മാർക്കറ്റ് ഉയർച്ചയുടെ 3ാം വർഷത്തിലാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഏതായാലും ക്രിസ് വുഡ് ലോങ് ടേമിലേക്ക് നല്ല പോസിറ്റീവായിട്ട് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റ് ഉള്ളത് എന്നാണ് അഭിപ്രായപ്പെട്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത്, 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP പ്രവചനം 7%ആയി ADB ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് നിലനിർത്തിയിരിക്കുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 7.2% എന്ന നിരക്കിനേക്കാൾ കുറവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ADB 2025-26 സാമ്പത്തിക വർഷത്തിൽ 7.2% വളർച്ച പ്രവചിക്കുകയും ചെയ്യുന്നു. പോസിറ്റീവ് ഔട്ട്ലുക്കുള്ള മേഖലകൾ കൂടി പരിശോധിച്ചു കഴിഞ്ഞാൽ, വ്യാവസായിക മേഖലയിൽ ശക്തമായ വളർച്ച പ്രവചിക്കുന്നു. സാധാരണയിലും കവിഞ്ഞ മൺസൂൺ കാരണം അഗ്രികൾച്ചർ സെക്ടറിൽ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നു. നെഗറ്റീവായി ഈ റിപ്പോർട്ട് പറയുന്നത്, ചരക്ക് കയറ്റുമതിയിൽ ദുർബലമായ വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറയുന്നു. മറ്റൊരു ഹൈലൈറ്റ് ആയ വാർത്ത, 44,000 കോടി രൂപയുടെ വൈദ്യുതി പദ്ധതികൾ വൈകും എന്നൊരു വാർത്ത വരുന്നു. വൈദ്യുതി ശേഷി വർദ്ധിപ്പിച്ച് വൈദ്യുതി ക്ഷാമം ഒഴിവാക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി പ്രശ്നം നേരിടുന്നു. 44,254 കോടി രൂപയുടെ 32 ട്രാൻസ്മിഷൻ പ്രൊജക്റ്റുകളാണ് ഇപ്പോൾ വൈകുന്നത്. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ 50 വൻകിട പദ്ധതികളിൽ 29,300 കോടി രൂപയുടെ 18 പദ്ധതികൾ ശരാശരി 32 മാസം വൈകും എന്നാണ് പറയുന്നത്. കൂടാതെ ബിഡിംഗ് വഴിയുള്ള 8,755 കോടി രൂപയുടെ 8 പ്രൊജക്റ്റുകൾ ശരാശരി 12 മാസം വൈകും എന്നും ഈ റിപ്പോർട്ട് പറയുന്നു. ഈ കാലതാമസം 2032ഓടെ രാജ്യത്തിന്റെ വൈദ്യുതി കമ്മി വർദ്ധിപ്പിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഏതായാലും ഈ ഒരു വാർത്ത പവർ സെക്ടറിനെ സംബന്ധിച്ച് വളരെ നെഗറ്റീവായ വാർത്തയാണ്. കൂടാതെ പവർ ഗ്രിഡിനെ സംബന്ധിച്ചും നെഗറ്റീവായ വാർത്ത തന്നെയാണ്. NTPC, ടാറ്റ പവർ എന്നിവയ്ക്കൊക്കെ ഇത് നെഗറ്റീവ് ആവാനുള്ള സാധ്യതകളുമുണ്ട്. ഇനി Q1 റിസൾട്ടുകളിലേക്കാണ്. ആദ്യം ഏഷ്യൻ പെയിന്റ്സ്. ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ 24.6% ഇടിവാണ് വന്നിരിക്കുന്നത്. 1,186 കോടി രൂപയിലാണ് ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 2.3% ഇടിവ് വന്നിരിക്കുന്നു ഇയർ ഓൺ ഇയറിൽ. എബിറ്റ 20.2% ഇടിവ് നേരിട്ടിരിക്കുന്നു. ഒരു മോശം റിസൾട്ട് തന്നെയാണ് കമ്പനി ഇത്തവണ പുറത്തു കൊണ്ടുവന്നത്. മെച്ചപ്പെട്ട ഗ്രാമീണ വികാരത്തിന്റെയും മൺസൂണിന്റെയും പിൻബലത്തിൽ വരുന്ന ക്വാർട്ടറുകൾ മെച്ചപ്പെടും എന്ന് MDയും CEOയുമായ അമിത് സിംഗാൾ ഏഷ്യൻ പെയിന്റ്സിന്റെ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. അടുത്തത് LTI മൈൻട്രി ആണ്. ക്വാർട്ടർ ടു ക്വാർട്ടറിൽ നെറ്റ് പ്രോഫിറ്റിൽ 3.1% വർധനവും റവന്യൂവിൽ 2.8% വർധനവും എബിറ്റ 4.8% ഉയരുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കമ്പനി L&T ഫിനാൻസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 29.1% വർധനവാണ് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത്. റവന്യൂവിൽ 17.4% വർധനവുണ്ടായിരിക്കുന്നു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 23% വർധനവുണ്ടായിരിക്കുന്നു. നല്ല റിസൾട്ടുമായി വന്ന മറ്റൊരു കമ്പനി ജസ്റ്റ് ഡയൽ ആയിരുന്നു. നെറ്റ് പ്രോഫിറ്റിൽ 69.3% വർധനവാണ് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത്. റവന്യൂവിൽ 13.6% വർധനവും എബിറ്റ 119.8% വർധനവും രേഖപ്പെടുത്തി. അലോക് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച് നെറ്റ് പ്രോഫിറ്റ് അവർക്ക് കുറയ്ക്കാൻ കഴിഞ്ഞു. 226 കോടി രൂപയിലായിരുന്നു കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ നെറ്റ് ലോസ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ കാലയളവിൽ ഈ ക്വാർട്ടറിൽ 206.9 കോടി രൂപയാണ് നെറ്റ് ലോസ് ആയി രേഖപ്പെടുത്തിയിരിക്കുന്നത്. എബിറ്റയിൽ 28.9% ഇടിവ് വന്നിരിക്കുന്നു. അടുത്തത് ഭാരതി എയർടെൽ ആണ്. ടെലികോം ഓപ്പറേറ്റർ 12.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ മെയ് മാസത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇത് കഴിഞ്ഞ മാസവുമായി കമ്പയർ ചെയ്യുമ്പോൾ 66.2% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. റിലയൻസ്
റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ സബ്സ്ക്രൈബേഴ്സ് 21.95 ലക്ഷമാണ്. കഴിഞ്ഞ മാസം 26.87 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ഇൻഫോസിസ്, L&T ടെക്നോളജി സർവീസസ്, ടാറ്റ ടെക്നോളജീസ്, പെർസിസ്റ്റന്റ് സിസ്റ്റംസ്, ഡാൽമിയ ഭാരത്, സിയറ്റ്, ഹാവൽസ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ആന്ധ്ര സിമന്റ്സ്, ഭാരത് ബിജ്ലി, ചോയ്സ് ഇന്റർനാഷണൽ, CIE ഓട്ടോമാറ്റീവ് ഇന്ത്യ, ഗോപാൽ സ്നാക്സ്, ഗ്രീൻവെൽ നോർട്ടൺ, JSW ഇൻഫ്ര, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, തൻല പ്ലാറ്റ്ഫോം, ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് എന്നിവയാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ബൽറാംപൂർ ചിനി മിൽസ്, ചെമ്പൽ ഫെർട്ടിലൈസേഴ്സ്, GMR ഇൻഫ്ര, GNFC, ഹിൻഡ് കോപ്പർ, PEL, RBL ബാങ്ക്, വേദാന്ത ലിമിറ്റഡ് എന്നിവയാണ്. ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈവ് സെഷൻ രാവിലെ 10:30 മുതൽ 3:30 വരെയാണ്. ഇനി ഈ സമയത്ത് ഞങ്ങളുടെ ലൈവ് സെഷൻ കാണാൻ സാധിക്കുന്നില്ല, സ്റ്റുഡൻസിന് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൂടി നമ്മൾ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ചതിന് ശേഷം നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ചൊവ്വാഴ്ചത്തെ മാർക്കറ്റ് ഹൈലൈറ്റ്സിലേക്ക്. തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും നേട്ടം തുടർന്ന് ഇന്ത്യൻ വിപണി. ഭാരതി എയർടെൽ, ഇൻഫോസിസ്, ICICI ബാങ്ക്, HUL എന്നിവ ടോപ്പ് ഗെയിനേഴ്സായി മാറി. നിഫ്റ്റി 24,600 മുകളിലായി ആദ്യമായി ക്ലോസ് ചെയ്തു. പോസിറ്റീവ് ബ്രോക്കേജ് നോട്ടിനെ തുടർന്ന് കോൾ ഇന്ത്യ ഉയർന്നു. Q1 റിസൾട്ടിന് ശേഷം ബജാജ് ഓട്ടോ ഗ്രീനിൽ ക്ലോസ് ചെയ്തു. റിസൾട്ടുകൾക്ക് ശേഷം ഹഡ്സൺ അഗ്രോ, സ്പൈസ് ജെറ്റ് എന്നിവ 4% ഉയർന്നു. Paytm 2% ഇടിവ് നേരിട്ടു. സൊമാറ്റോയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു, ഏകദേശം 5% ഇടിയുകയും ചെയ്തു. നിഫ്റ്റിയിലേക്ക്. 24,613 26 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഹവർലി മൊമെന്റം ഇൻഡിക്കേറ്റർ ഒരു നെഗറ്റീവ് ക്രോസ് ഓവറാണ് കാണിക്കുന്നത്. ഹവർലി ചാർട്ടിൽ ബോളിഞ്ചർ ബാൻഡ് കോൺട്രാക്ട് ചെയ്യുന്നതും ഇപ്പോഴത്തെ ഒരു മൊമെന്റം നഷ്ടപ്പെട്ടു എന്ന സൂചനകളാണ് നൽകുന്നത്. ബഡ്ജറ്റിന് മുന്നോടിയായുള്ള വരുന്ന സെഷനുകളിൽ നമ്മളൊന്ന് കോഷ്യസ് ആയിരിക്കണം എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഡെയിലി ക്യാൻഡിൽ ഒരു ഡോജി ക്യാൻഡിൽ തന്നെയാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ഹയർ ലെവലിൽ ഒരു റിജക്ഷൻ ഉണ്ട് എന്ന സൂചനകളാണ് തുടർച്ചയായ 2 ദിവസത്തെ ഡോജി ക്യാൻഡിലുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ട്രൈക്കുകളും അതുവഴി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കോൾ സൈഡിൽ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 25,000 അതിനുശേഷം 24,700 സ്ട്രൈക്കും അതിനുശേഷം 24,900 സ്ട്രൈക്കുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് 24,000 സ്ട്രൈക്കിലാണ്. അതിനുശേഷം 24,500 സ്ട്രൈക്കും അതിനുശേഷം 24,300 സ്ട്രൈക്കുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,700 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,500. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ കൂടി പരിശോധിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് ലഭിക്കും. 24,600 ATM സ്ട്രൈക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയാണ് പരിശോധിക്കുന്നത്. 71% വർധനവ് പുട്ട് സൈഡിൽ കാണാം, ലോങ് ബിൽഡപ്പാണ്. എന്നാൽ 20% മാത്രം വർധനവാണ് കോൾ സൈഡിൽ കാണുന്നത്, ഒരു ഷോർട്ട് ബിൽഡപ്പ് തന്നെയാണ്. 24,550 സ്ട്രൈക്കിൽ 43% വർധനവ് പുട്ട് സൈഡിൽ ഒരു ലോങ് ബിൽഡപ്പാണ്. 15% വർധനവാണ് കോൾ സൈഡിൽ ഒരു ഷോർട്ട് ബിൽഡപ്പാണ്. 24,650 സ്ട്രൈക്കിൽ 239% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പാണ്. എന്നാൽ 149% വർധനവ് കോൾ സൈഡിൽ ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് കുറച്ച് സ്ട്രോങ് ആയി നിൽക്കുന്നു എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക്. ചൊവ്വാഴ്ച ബാങ്ക് നിഫ്റ്റി 59 പോയിന്റ്സ് ഇടിഞ്ഞ് 52,397 ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ക്യാൻഡിൽ സൂചിപ്പിക്കുന്നത് ഒരു അപ്പർ ഷാഡോവോട് കൂടിയ ഒരു ബിയറിഷ് ക്യാൻഡിലാണ്. അതായത് ഹയർ ലെവലിൽ നല്ല സെല്ലിംഗ് പ്രഷർ ഉണ്ട് എന്നാണ് ഈ ക്യാൻഡിൽ സൂചിപ്പിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇപ്പോൾ 52,250 മുകളിലായിട്ട് ക്രോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 52,850 എത്താനുള്ള സാധ്യത കൂടുതലാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ബാങ്ക് നിഫ്റ്റിയുടെ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം 52,500 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 53,000 സ്ട്രൈക്കും അതിനുശേഷം 54,000 സ്ട്രൈക്കുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 52,500 അതിനുശേഷം 52,000 സ്ട്രൈക്കും അതിനുശേഷം 51,000 സ്ട്രൈക്കുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 52,500 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 52,000 ഇന്ത്യ വിക്സിലേക്ക്. 14.22 0.25% ഉയർന്നാണ് ഇന്ത്യ വിക്സ് ചൊവ്വാഴ്ച ക്ലോസ് ചെയ്യുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ FIDA ആക്ടിവിറ്റിയാണ്. FIS 1,271 കോടി രൂപയ്ക്കാണ് ചൊവ്വാഴ്ച ബൈ ചെയ്തത്. DIS ആവട്ടെ 529 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. FIS തുടർച്ചയായ ദിവസങ്ങളിൽ ബൈയിങ് മോഡിൽ തന്നെയാണ് എന്നത് കൂടുതൽ പ്രതീക്ഷ മാർക്കറ്റിന് നൽകുന്നു. US മാർക്കറ്റിലേക്ക്. S&P 500ലും നാസ്ഡാക്കിലും ഒരു ഷാർപ്പ് ഫോൾ തന്നെയാണ് ഇന്നലെ കണ്ടത്. ചൈനയുമായുള്ള US വ്യാപാര വൈരുദ്ധ്യങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ആശങ്കകളാണ് ഇത്തരത്തിൽ ഇൻഡെക്സുകൾ ഇടിയാനുള്ള കാരണമായത്. ഇന്നലെ അവിടെ ടെക് സ്റ്റോക്കുകൾ തന്നെയാണ് വലിയ ഇടിവിലേക്ക് പോയത്.
S&P 500 1.39% ഇടിഞ്ഞത്. S&P 500 2.77% ഇടിഞ്ഞു. ഇത് ഡിസംബർ 2022 ശേഷമുള്ള ഏറ്റവും വലിയ ഇടിവ് തന്നെയായിരുന്നു. ബ്ലൂ ചിപ്പ് ഡൗ ജോൺസ് 0.59% ഉയരുകയും ചെയ്തു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നല്ല റാലിയിലായിരുന്ന സ്മോൾ ക്യാപ് ഇൻഡെക്സ് റസൽ 2000 ഇന്നലെ 1%-അടുത്ത് ഇടിയുകയുണ്ടായി. ചൈനയ്ക്കെതിരെ കടുത്ത വ്യാപാര നിയന്ത്രണങ്ങൾ ബൈഡൻ ഭരണകൂടം പിന്തുടരുന്നതായി റിപ്പോർട്ട് വന്നതോടെ ചിപ്പ് സ്റ്റോക്കുകളെല്ലാം ഒരു ഇടിവിലേക്ക് പോയി. ഫിലാഡൽഫിയ സെമി കണ്ടക്ടർ ഇൻഡെക്സ് 6.8% ഇടിഞ്ഞത്. എൻവിഡിയയും ഇന്നലെ 6.5%-അടുത്ത് ഇടിയുകയുണ്ടായി. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും CME ഫെഡ് വാച്ച് ടൂൾ പ്രകാരം ഇപ്പോഴും സെപ്റ്റംബറിൽ ഒരു റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ 93.5%. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ടെക് സൈഡിൽ ഇന്ന് റിസൾട്ട് വരാനിരിക്കുന്ന ഇൻഫോസിസ് 0.65% ഇടിഞ്ഞു. വിപ്രോ 0.15% നേട്ടമുണ്ടാക്കി. ICICI ബാങ്ക് 1% മുകളിൽ ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 0.95% ഇടിഞ്ഞത്. മേക്ക് മൈ ട്രിപ്പ് 3.29% ഇടിവും നേരിട്ടു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.24% നേട്ടത്തിൽ, S&P 500 0.26% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റുകൾ ടെക്നോളജി ഓഹരികളിൽ കുത്തനെയുള്ള ഇടിവ് കണ്ടതിനാൽ ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകളും റെഡിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.12% ഇടിഞ്ഞു. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.44% ഇടിയുകയും ചെയ്തു. സ്റ്റോക്ക് 600 0.43% ഇടിഞ്ഞത്. അവിടെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്ത് UK മാർക്കറ്റ് FTSE മാത്രമാണ്. 0.28% നേട്ടത്തിൽ ക്ലോസ് ചെയ്തത്. ബുധനാഴ്ച ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം UKയിലെ പണപ്പെരുപ്പം ജൂണിൽ വാർഷികാടിസ്ഥാനത്തിൽ 2%. ഇത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ടാർഗറ്റിലേക്ക് എത്താൻ സാധിച്ചു എന്നതാണ് UK മാർക്കറ്റ് ഉയരാൻ കാരണമായത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് പോസിറ്റീവിൽ തന്നെയാണ്. ഡാക്സ് 0.14% നേട്ടത്തിൽ, CAC 0.18% നേട്ടത്തിൽ, FTSE 0.32% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റുകൾ US നിന്നുള്ള കൂടുതൽ കർക്കശമായ കയറ്റുമതി നിയന്ത്രണങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളെ തുടർന്ന് ചിപ്പുകളുമായി ബന്ധപ്പെട്ട ഓഹരികൾ ഇടിഞ്ഞതോടെ ഇന്ന് ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം പൊതുവിൽ ഇടിവിൽ തന്നെയാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകളിൽ ആദ്യം ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 24,669 എന്ന നിലയിലാണ്. അതായത് ഇന്ന് നിഫ്റ്റിയിൽ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ വെച്ച് 20 മുതൽ 25 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.82% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഹോങ്കോങ് മാർക്കറ്റ് ചെറിയ പോസിറ്റിവിറ്റിയിൽ ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകൾ US ക്രൂഡ് ഓയിൽ സ്റ്റോക്കുകളിൽ പ്രതീക്ഷിച്ചതിലും വലിയ പ്രതിവാര ഇടിവ് മൂലം വ്യാഴാഴ്ച എണ്ണവില ഉയരുകയുണ്ടായി. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന ഫ്യൂച്ചേഴ്സും പോസിറ്റീവിൽ തന്നെയാണ്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $85.35 പെർ ബാരൽ എന്ന നിലയിൽ 0.20% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. WTI ഉള്ളത് $81.81 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.45% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.